കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ നീ അവയെ നിരീക്ഷിക്കുന്നുണ്ടോ? അവ എത്ര മാസങ്ങൾ വഹിക്കുന്നുവെന്ന് നീ എണ്ണുന്നുണ്ടോ? അവ എപ്പോൾ കുഞ്ഞുങ്ങളെ ഇടുന്നുവെന്ന് നിനക്കറിയാമോ? ഇയ്യോബിന്റെ ഉത്തരം വളരെ ഹ്രസ്വമാണ്. അതെ, ഞാൻ അയോഗ്യനാണ്. എനിക്കെങ്ങനെ നിങ്ങൾക്കുത്തരം നൽകാൻ കഴിയും? ഞാൻ എന്റെ കൈ വായി പൊത്തി. ഒരിക്കൽ ഞാൻ സംസാരിച്ചു, പക്ഷെ ഇനി ഞാൻ പറയില്ല. ഞാൻ 2 തവണ സംസാരിച്ചു, ഇനി മുതൽ ഞാൻ മിണ്ടാതിരിക്കും. കൊടുങ്കാറ്റിൽ നിന്ന് ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നു. എന്റെ നീതിയെക്കുറിച്ചും നീ തർക്കിക്കുമോ? സ്വയം ന്യായീകരിക്കാൻ നീ എന്റെ കുറ്റം വിധിക്കുമോ? നിന്റെ കൈ ദൈവത്തിന്റേതാണോ? നിന്റെ സ്വരം ദൈവത്തിന്റെ സ്വരം പോലെയാണോ? ദൈവത്തിന്റെ തീരുമാനങ്ങളുടെ നീതിയെ സംശയിച്ചതിൽ ഇയ്യോബ് അനുതപിക്കുന്നു. നിനക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആർക്കും അത് മാറ്റാനോ തടയാനോ കഴിയില്ല. എന്റെ വല്ല ലോകക്രമത്തെക്കുറിച്ചും വ്യാജമായി സംസാരിക്കുന്ന ഇവൻ ആരാണ് എന്ന് നീ ചോദിച്ചു. ഞാൻ മനസ്സിലാക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവ എനിക്ക് വളരെ അത്ഭുതകരമാണ്. എനിക്കവ മനസ്സിലായില്ല. നീ പറഞ്ഞു, ഇപ്പോൾ കേൾക്കൂ, ഞാൻ സംസാരിക്കാം. ഞാൻ നിന്നോട് ചോദിക്കും, നീ എനിക്ക് ഉത്തരം നൽകും. എന്റെ സ്വന്തം കാതുകൾ കൊണ്ട് ഞാൻ നിന്നെ കേട്ടു. ഇപ്പോൾ എന്റെ കണ്ണുതിൽ നിന്നെ കണ്ടു. ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കുന്നു. ഞാൻ പൊടിയിലും ചാരത്തിലും വിലപിച്ചു, പക്ഷെ ഇപ്പോൾ ഞാൻ ആശ്വാസം സ്വീകരിക്കുന്നു. കർത്താവ് ഇയ്യോബിനെ അനുഗ്രഹിക്കുകയും അവന്റെ വലിയ നഷ്ടത്തിനു മുൻപ് അവനുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നൽകുകയും ചെയ്തു. ഇയ്യോബ് തന്റെ സുഹൃത്തുക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചതിനുശേഷം ദൈവം അവന്റെ സമൃദ്ധി പുനഃസ്ഥാപിച്ചു കൊടുത്തു. അവനു മുൻപുണ്ടായിരുന്നതിന്റെ ഇരട്ടി നൽകി. അവന്റെ എല്ലാ സഹോദരീസഹോദരങ്ങളും അവന്റെ എല്ലാ പരിചയക്കാരും അവന്റെ വീട്ടിൽ വന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിച്ചു. ദൈവം അവന്റെ മേൽ വരുത്തിയ എല്ലാ കഷ്ടപ്പാടുകൾക്കും അവനോടൊപ്പം വിലപിച്ചും അവനെ ആശ്വസിപ്പിച്ചും. അവരിൽ ഓരോരുത്തരും അവനൊരു വെള്ളിക്കാശയും ഒരു സ്വർണ്ണമോതിരവും സമ്മാനമായി നൽകി. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ 2ാം ഭാഗം ദൈവം ആദ്യത്തേതിനേക്കാൾ അനുഗ്രഹിച്ചു. അവൻ 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 2,000 കാളകളും 1,000 പെൺകഴുതകളും സ്വന്തമാക്കി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ടായിരുന്നു. ആദ്യ പുത്രിക്ക് അവൻ ജമീമ എന്നും 2ാമത്തെ പുത്രിക്ക് കെസിയ എന്നും 3ാമത്തെ പുത്രിക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേരിട്ടു. ദേശത്തെങ്ങും ഇയ്യോബിന്റെ പുത്രിമാരെപ്പോലെ സുന്ദരികളായ സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ പിതാവ് അവരുടെ സഹോദരന്മാർക്ക് നൽകിയതുപോലെ അവരുടെ അവകാശത്തിന്റെ ഒരു ഭാഗവും അവർക്ക് നൽകി. ഇതിനുശേഷം ഇയ്യോബ് 140 വർഷം കൂടി ജീവിച്ചു. അവൻ തന്റെ മക്കളെ മാത്രമല്ല പേരക്കുട്ടികളുടെ പേരക്കുട്ടികളെയും കണ്ടു. ദീർഘവും സംതൃപ്തവുമായ ജീവിതത്തിനുശേഷം ഇയ്യോബ് പ്രായപൂർത്തിയായപ്പോൾ മരിച്ചു. 1. ദൈവത്തിന്റെ പ്രവൃത്തികളെ നാം ചോദ്യം ചെയ്യാത്തതെന്തുകൊണ്ട്? 2. ഇയ്യോബിന്റെ പശ്ചാത്താപം വിവരിക്കുക.